നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയം കൈമാറാത്തത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ സർവീസ് പുനരാരംഭിക്കാനുള്ള ശ്രമം ഊർജിതം. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസ് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയിരുന്നു. മലപ്പുറം ജില്ലാ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നിലമ്പൂരിൽ നടത്തി. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം IRDF പ്രസിഡന്റ് ജോർജ് വാലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യം വെച്ച് മമ്പാട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയം കൈമാറാത്തത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. സർ, ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തുന്ന ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന കിറ്റ്കോയാണ്. പക്ഷെ പലപ്പോഴും ഈ രണ്ട് സ്ഥാപനം തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ലാത്ത രൂപത്തിലാണ്. നിലമ്പൂരിൽ 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്ന സ്റ്റേഡിയം ഇപ്പോഴും ആ സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത് ആരാണിത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് സ്കൂളിനും കൊടുക്കുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിക്കും കൈമാറുന്നില്ല. ഈ കാര്യത്തിൽ കൃത്യമായി മെയിൻ്റനൻസ് നടത്താൻ കഴിയുന്ന ഒന്നുകിൽ സ്കൂൾ നടത്തുക, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടത്തുക. ഇതിൽ കൃത്യമായൊരു തീരുമാനമില്ലെങ്കിൽ ആ സ്റ്റേഡിയം നശിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് കൈമാറാനുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മിനിസ്റ്റർ, 18.5 കോടി രൂപ ചെലവിട്ട സ്റ്റേഡിയത്തിന്റെ നിർവഹണ ഏജൻസി കിറ്റ്കോയാണ്. എന്നാൽ ഇതുവരെയായി സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം ആർക്കും നൽകിയിട്ടില്ല. നിലമ്പൂർ നഗരസഭയ്ക്കോ അതല്ലെങ്കിൽ സ്കൂളിനോ സ്റ്റേഡിയം കൈമാറിയിട്ടില്ല. അറ്റകുറ്റപ്പണികൾ അടക്കം നടത്തി പരിപാലിച്ചില്ലെങ്കിൽ സ്റ്റേഡിയം നശിച്ചു പോകുവാൻ ഇടയുണ്ട്. അതിനാൽ സ്റ്റേഡിയത്തിന്റെ പരിപാലനവും നടത്തിപ്പും കൈമാറുവാൻ നടപടിയെടുക്കണമെന്നും ആര്യാടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് സ്പോർട്സ് യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് മറുപടി നൽകി. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച വിഷയം പ്രത്യേകമായി പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം ഊർജിതം. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസ് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയിരുന്നു. റെയിൽവേ പാഴ്സൽ സർവീസിനെ ആശ്രയിക്കുന്നവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് നിലമ്പൂരിൽ നിന്നും സാധനങ്ങൾ അയക്കുവാനും നിലമ്പൂരിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുവാനും ഉദ്ദേശിക്കുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് പാഴ്സൽ സർവീസ് പുനരാരംഭിക്കുവാൻ ശ്രമം ഊർജിതമാക്കിയത്. പാഴ്സൽ അയക്കുവാൻ സാധ്യതയുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ വിവരം യോഗത്തിൽ പാലക്കാട് ഡിവിഷൻ റെയിൽവേ കൊമേഴ്സ്യൽ വിഭാഗം ശേഖരിച്ചു. യോഗത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് DRMOയ്ക്ക് കൈമാറി. തുടർ നടപടികൾ സ്വീകരിക്കും. പ്രദേശത്തെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ റെയിൽവേ ഡിവിഷൻ റെയിൽവേ കൊമേഴ്സ്യൽ വിഭാഗം സന്ദർശിക്കുകയും ചെയ്തു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ പ്രമോദ് കുമാർ, ചീഫ് കൊമേഴ്സ്യൽ ട്രാൻസ്പോർട്ട് മാനേജർ സാബു, ഷൊർണൂർ സ്റ്റേഷൻ കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർ അനിൽകുമാർ, നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു നൈനാൻ, DRUCC നോമിനികളായ ജോഷുവ കോശി, അനസ് യൂണിയൻ, വ്യാപാരി പ്രതിനിധികളായ വിനോദ് പി മേനോൻ, അൻവർ കലിങ്കൽ, ഇസ്മായിൽ, സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നിലമ്പൂരിൽ നടത്തി. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം IRDF പ്രസിഡന്റ് ജോർജ് വാലി ഉദ്ഘാടനം ചെയ്തു.
അതുപോലെ തന്നെ വ്യവസായികളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന റബ്ബർ മുഴുവൻ നമ്മൾ വാങ്ങിച്ചു അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് എത്തിച്ചു കൊടുക്കുന്നു. ഇപ്പം ഇങ്ങോട്ട് നമ്മളെക്കുറിച്ച് പറയണ്ടേ, വടക്കേക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന കർഷകർ ഉത്പാദിപ്പിക്കുന്ന റബ്ബർ അവരുടെ വീട്ടുമുറ്റത്ത് ഇവിടെയാണുള്ളത്. മറ്റേതൊരു ഉൽപ്പന്നത്തെക്കാൾ നമ്മളിൽ പലരും പല മലഞ്ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ചിലത് 10 രൂപ വ്യത്യാസം കാണാം, ചിലത് 20-25 രൂപ വ്യത്യാസം കാണാൻ നമുക്ക് എടുക്കുന്ന റബ്ബർ എപ്പോഴും മാർക്കറ്റ് പ്രൈസ് കൊടുക്കുന്നതാണ്. ലോകത്തിൽ വെറുതെ ഒരു കമ്മ്യൂണിറ്റിയും ഇല്ലാന്നാണ് റബ്ബർ ബോർഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മെച്ചപ്പെട്ട വില, ഉയർന്ന വില, അതൊരു പരിധി നമ്മുടെ മത്സരക്ഷമത ഉണ്ടായിരിക്കാൻ വേണ്ടിയിരുന്നാൽ. ജില്ലാ പ്രസിഡന്റ് KV ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ജോസഫ് റിപ്പോർട്ടും ട്രഷറർ ടോമി ജോസഫ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ബിജു പി തോമസ്, ലിയാഖത്ത് അലി ഖാൻ, മുസ്തഫ കമാൽ, സണ്ണി ജോസഫ്, AK റജി, കൃഷ്ണകുമാർ തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു. രക്ഷാധികാരി വിജയകുമാർ സ്വാഗതവും ജേക്കബ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മഹാരാഷ്ട്ര തീരത്തോട് ചേർന്ന് മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലകൊള്ളുന്നതും വടക്കൻ തെലങ്കാനയ്ക്കും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായുള്ള ചക്രവാത ചുഴി തുടരുന്നതുമാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പിന് കാരണം. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കേരളത്തിൽ ഇന്നുവരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂലൈ 3 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സൊമാലിയൻ തീരം, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കൻ ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കൊങ്കൺ തീരം, ഗോവ തീരം, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യം വെച്ച് മമ്പാട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും കുട്ടികൾ എല്ലാവരും ലഹരി വിരുദ്ധ പ്ലക്കാർഡുകൾ തയ്യാറാക്കുകയും ചെയ്തു. കുട്ടികൾ അവതരിപ്പിച്ച "ഞങ്ങളെ സ്വീകരിക്കരുത്" എന്ന സന്ദേശാത്മക സ്കിറ്റ് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ലഹരി മുക്ത ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ ബോധവൽക്കരണം നൽകി. ജീവനക്കാരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിയില്ലാത്ത സമൂഹം സൃഷ്ടിക്കുന്നതിന് എല്ലാവരും കൈകോർക്കണമെന്നും ഓരോ വ്യക്തിയുടെയും ജാഗ്രതയും ഉത്തരവാദിത്വവും അതിന് അനിവാര്യമാണെന്നും പരിപാടിയിൽ സന്ദേശം നൽകി. പരിപാടി ലഹരി മുക്ത സമൂഹം എന്ന ആശയം ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാപിച്ചു. കേൾവി പരിമിതരായ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുന്നതിനായി നിലമ്പൂർ ബഡ്സ് സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇംപേർഡ് സംഘടിപ്പിക്കുന്ന കളിവണ്ടിക്ക് തുടക്കമായി.
സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത നാടക പരിശീലകനായ സജിൻ നിലമ്പൂർ കളിവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ലീഡർ ഫാത്തിമ നാസ്രീന അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ മാനസിക ശാരീരിക വികാസവും കലാപരമായ കഴിവുകളും ലക്ഷ്യമിട്ട് വിപുലമായ പരിപാടികളാണ് കളിവണ്ടി പദ്ധതിയിലൂടെ സ്കൂളിൽ നടക്കുന്നത്. കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ മാസവും ക്ലാസ് അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രത്യേക വേദിയാണ് കളിവണ്ടി. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള ആർട്ട് സ്റ്റുഡിയോ സംവിധാനം, നാടകത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന 6 മുതൽ 16 വയസ്സുവരെയുള്ള കേൾവി പരിമിതികളുള്ള കുട്ടികൾക്ക് 2 മൊഡ്യൂളുകളിലായി മൊഴിയരങ്ങ്, ഡ്രാമ തെറാപ്പി സെഷനുകൾ എന്നിവയാണ് പദ്ധതിയിലൂടെ നടക്കുന്നത്. LP, UP, HS വിഭാഗങ്ങളിലുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനാധ്യാപിക NC സുഹറ ബീവി, ഫൈൻ ആർട്സ് സെക്രട്ടറി ഫാത്തിമ ഹാനിയ, ആർട്സ് ക്ലബ് കൺവീനറായ റോഫിന ബബിൻ, PTA പ്രസിഡന്റ് അനീഷ് വർഗീസ്, MTA പ്രസിഡന്റ് വഫ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് 25,000 കർഷകരെ ആദരിക്കും. ആദ്യകാല കർഷക നേതാക്കളെ ആദരിക്കലിന്റെ ജില്ലാതല ഉദ്ഘാടനം വഴിക്കടവിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VM ഷൗക്കത്ത് നിർവഹിച്ചു. ഓഗസ്റ്റ് 11, 12 തീയതികളിൽ വേങ്ങരയിലാണ് കർഷക സംഘം ജില്ലാ സമ്മേളനം. ജില്ലയിലെ യൂണിറ്റ്, വില്ലേജ്, ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കർഷകരെ ആദരിക്കുന്നത്. കേരള കർഷക സംഘം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മലയോര മേഖലയിലെ ആദ്യകാല കുടിയേറ്റ കർഷകരുമായ TP ജോർജിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ആദ്യകാല കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ചുങ്കത്തറയിലെ അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണനെയും ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M സുകുമാരൻ, ഏരിയ സെക്രട്ടറി AT റെജി, ഏരിയ പ്രസിഡന്റ് VK ഷാനവാസ്, വഴിക്കടവ് വില്ലേജ് സെക്രട്ടറി മുജീബ് തുറക്കൽ, വില്ലേജ് പ്രസിഡന്റ് V വിനയചന്ദ്രൻ, CPIM വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി ഷറഫുദ്ദീൻ, ഏരിയ കമ്മിറ്റി അംഗം MT അലി, P അലക്സ് എന്നിവർ പങ്കെടുത്തു. നബാർഡ് ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാൻ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ 500ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് സുസ്ഥിര ജീവിതമാർഗം ഉറപ്പുവരുത്തുന്നതാണ് ട്രൈബ്സ് പദ്ധതി. അടുത്ത 6 മാസത്തേക്കുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി. ഇതനുസരിച്ച് കൃഷിക്ക് വേണ്ടി എട്ടപ്പാറ, ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, ചെമ്പ്ര, കുനിപ്പാല ഉന്നതികളിലായി 40 ലക്ഷം രൂപയുടെ ജലസേചന പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതിന്റെ പ്രവൃത്തി 3 മാസം കൊണ്ട് പൂർത്തീകരിക്കും. 300 കുടുംബങ്ങൾക്കായി 2000 ജാതി തൈകൾ, 7000 കുരുമുളക്, 5000 കമുക്, ഏലം എന്നിവ കൃഷി ചെയ്യും. ഇതിനു പുറമെ 100 സ്ഥലങ്ങളിൽ ഔഷധ സസ്യകൃഷി നടപ്പിലാക്കും. 10 സെന്റ് വീതമുള്ള 10 വെറ്റില കൃഷി യൂണിറ്റുകളും സ്ഥാപിക്കും. ഈ പ്രവൃത്തികൾക്കായി 18 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് കൃഷിക്ക് ആവശ്യമായ കുഴികൾ തയ്യാറാക്കൽ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുവാൻ തീരുമാനമായി. കൃഷിക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തും. 6 മാസങ്ങൾക്ക് ശേഷം മൃഗസംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട്, കോഴി, പോത്തുകുട്ടികൾ എന്നിവ വിതരണം ചെയ്യും. ഇതിനു മുന്നോടിയായി വെറ്റിനറി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മൃഗസംരക്ഷണത്തിൽ ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നേതൃത്വത്തിൽ ഔഷധ സസ്യകൃഷിക്ക് ആവശ്യമായ പരിശീലനവും തൈകളും ലഭ്യമാക്കും. ജനമൈത്രി എക്സൈസിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ്, PSC കോച്ചിംഗ് എന്നിവ വ്യാപിപ്പിക്കും. ഇതിനാവശ്യമായ തുക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകും. കൃഷി ചെയ്യുന്നതിന് ഉന്നതികളിലുള്ള മരങ്ങളുടെ ചില്ലകളും മറ്റും വെട്ടിയൊതുക്കുന്നതിന് VSS വഴി സംവിധാനമൊരുക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 50 JLGകൾ രൂപീകരിക്കും. സംഘകൃഷി വ്യാപകമാക്കും. ഓപ്പറേഷൻ തൂഫാൻ കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ ജൂലൈ 13 വിവിധ വകുപ്പുകളുടെയും ആദിവാസി പ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേരും. കൃഷി, തൊഴിലുറപ്പ്, വനം, എക്സൈസ്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. ജോസ് അധ്യക്ഷത വഹിച്ചു. JSS ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് തൊഴിലുറപ്പ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീഭാഷ് B, ഡോക്ടർ സതീഷ്ണ കുമാരി S, ഡോക്ടർ നീന ആൻസി സക്കറിയ, ജനമൈത്രി സർക്കിൾ ഇൻസ്പെക്ടർ സജിത O, നിലമ്പൂർ AEO മുഹമ്മദ് ഷിബിൻ PG വിജയകുമാർ, PP സുഗതൻ, മുഹമ്മദ് ഷാനു KK, ഷാക്കിർ T, ബിജുല ബാബു, ഇന്ദിര കുമാരി, ലക്ഷ്മി ബാബു, വി ഉമ്മർ കോയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ പുതിയ റീഡിംഗ് കോർണർ സജ്ജീകരിച്ചു. വിനോദവും അറിവും പകരുന്ന വൈവിധ്യമാർന്ന പുസ്തകങ്ങളാണ് ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. റീഡിംഗ് കോർണറിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുറഹിമാൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ കോയ കടവത്ത്, സ്റ്റാഫ് സെക്രട്ടറി സാദിഖ്, സക്കീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഡിജിറ്റൽ ലോകത്തേക്ക് ചുരുങ്ങുന്ന കാലത്ത് ഇത്തരം വായനയിടങ്ങൾ കുട്ടികളുടെ സർഗാത്മകതയും ചിന്താശേഷിയും വളർത്തുവാൻ സഹായിക്കുമെന്നും ഹെഡ്മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ക്ലാസ് മുറികൾക്ക് പുറത്ത് കുട്ടികൾക്ക് ഒഴിവു സമയങ്ങളിൽ വന്നിരുന്ന് വായിക്കുവാനും ചർച്ച ചെയ്യുവാനും പാകത്തിലാണ് ഈ കോർണർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഥകൾ, കവിതകൾ, ശാസ്ത്രലേഖനങ്ങൾ, ജീവചരിത്രങ്ങൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഫിസിക്കൽ സയൻസ് അധ്യാപകനായ സുരേഷ് മാസ്റ്ററാണ് റീഡിംഗ് കോർണർ സജ്ജമാക്കുവാൻ നേതൃത്വം നൽകിയത്. മുൻ അധ്യാപിക ഷൈമ ടീച്ചർ 6000 രൂപയുടെ പുസ്തകങ്ങളും പൂർവ്വ വിദ്യാർത്ഥിയും മുൻ SMC അംഗവുമായ നസീർ 8000 രൂപ വില വരുന്ന പുസ്തകങ്ങളുമാണ് റീഡിംഗ് കോർണറിന് സംഭാവന നൽകിയത്. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ സംഭാവനയായി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിജു മാസ്റ്റർ, ഗണിത അധ്യാപകരായ സജി മാസ്റ്റർ, ഹഷീഖ് മാസ്റ്റർ, സോഷ്യൽ സയൻസ് അധ്യാപകൻ ഗണേഷ് മാസ്റ്റർ എന്നിവരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.